ഷോ വല്ലാതെ വിശക്കുകയും ചെയ്യുന്നു. ഫുഡ് കഴിക്കാൻ ആരും വിളിക്കുന്നുമില്ല. ഷോ ഈ സമയത്തൊക്കെ ആണെങ്കിൽ വീട്ടിൽ ഞാൻ എന്തോരം ഫുഡ് കഴിക്കുന്നത്. ഇതാകെ താലിയും മാലയും കമ്മലും എല്ലാം കൂടെ ഇട്ട് ചൊറിഞ്ഞിട്ടും പാടില്ല. ഈ സാരിയെ കൊടുത്തിട്ട് ചൂടും എടുക്കുന്നു. ഇതൊന്ന് മാറാൻ പോലും ആരും സമ്മതിക്കുന്നില്ല. ആരും എന്നെ ഒന്ന് വിളിക്കുന്നത് പോലും ഇല്ലല്ലോ ഒന്നിനും. ഷോ ചിരിച്ച് മനുഷ്യൻ്റെ മോണ വരെ വേദനെടുക്കാൻ തുടങ്ങി. ആരും ഒന്നും വിളിക്കുന്നുമില്ലല്ലോ. ആരെങ്കിലും വിളിച്ചിരുന്നെങ്കിൽ ഒന്ന് വിശക്കുന്നെങ്കിലും പറയാമായിരുന്നു. കുട്ടികൾക്ക് ഒന്നും ഉറക്കമില്ല, ആരും പോകുന്നുമില്ലേ. എൻ്റെ റൂം ഏതാണെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെങ്കിലും കയറി കുറച്ച് നേരം ഒന്ന് ഇരിക്കായിരുന്നു. ഈ സാരി സ്വർണ്ണം എല്ലാം കൂടെ ഇട്ടിട്ട് ചൊറിഞ്ഞിട്ടും പാടി. ഇതെന്തോരോ ആൾക്കാർ, ഇവർക്കൊന്നും വീട്ടിൽ പോകണ്ടേ. വിശന്നിട്ടാണെങ്കിൽ വയറ് തള്ളക്കും വിളിക്കുന്നു. കല്യാണം കഴിക്കണ്ടായിരുന്നു. എൻ്റെ ഫോണിൻ്റെ ചാർജറൊക്കെ എടുത്ത് വെച്ചോ ആവും. അയ്യോ, നാളെ തേക്കാനുള്ള ബ്രഷൊക്കെ ഏത് ബാഗിലായിരുന്നു. രാവിലെ പല്ലിയേക്കാൾ അടുക്കളയിലും കയറാൻ പറ്റത്തില്ല. ഈ മാലയെല്ലാം കൂടെ വലിച്ചു കുറച്ചൊന്ന് കളഞ്ഞ് ചിരിച്ച് മോണെ മേനെ കിടക്കുന്നു. എന്നെ ആരും നോക്കുന്നില്ലേ? ഇവിടുത്തെ അമ്മായിയമ്മയുണ്ടല്ലോ, അവരൊന്നും ഇവിടെ നിന്ന് കാണുന്നില്ലല്ലോ. കല്യാണം കഴിക്കാൻ നേരത്ത് ഫോട്ടോ എടുക്കാൻ നേരത്ത് ഇവിടെ വരുന്നിടം വരെ ചെറുക്കനെ കണ്ട്, അതിനുശേഷം അങ്ങേരെയും കാണുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ചിരിക്കാനും ആരുമില്ല. എല്ലാവരും അവിടെ ഇവിടെ ഇരുന്ന് വർത്താനം പറയുന്നു, എന്നെ നോക്കി ചിരിക്കുന്നു. ഒന്ന് വീട്ടിൽ പോയാൽ മതിയായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും ഒന്ന് വന്നിരുന്നെങ്കിൽ. പപ്പേനെ അമ്മേനെയൊക്കെ കാണാൻ കൊതിയാവുന്നു. ഇവിടെ AC ഇല്ലേ, ചൂട് എടുക്കുന്നു. ആ ഫാനിൻ്റെ സ്വിച്ച് ഒന്ന് ഇട്ടിരുന്നെങ്കിൽ. സ്വിച്ച് ഇടാൻ എഴുന്നേറ്റാൽ ശരിയാവും. ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുമോ? വേണ്ട, സ്വിച്ച് ഇടണ്ട. പിന്നെ ഞാൻ ഫാനിട്ട് ആരെങ്കിലും കണ്ടാലോ? ചോറ് എടുക്കുന്നു, വിശക്കുകയും ചെയ്യുന്നു. അവരൊക്കെ അവിടെ നിന്ന് കഴിക്കുക എന്നാ വേണമെന്ന് പോലും ചോദിക്കുന്നില്ല. വേണമെന്ന് ചോദിക്കുമ്പോൾ വേണമെന്ന് പറഞ്ഞാൽ അവരെന്തെങ്കിലും വിചാരിക്കുമോ? ഒന്നും പറയാനും പറ്റത്തില്ല. വലിയ വീടാന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, കഴിക്കണമെന്ന് ചോദിക്കാൻ മാത്രം ആരുമില്ല. ഇല്ലില്ല, ചേട്ടനോട് പുള്ളിക്കാരനോട് വന്നിട്ട് ഒരുമിച്ച് കഴിക്കാൻ വരാം. ശരി. ഇങ്ങനെ ഇവിടെ പോയി കിടക്കും. കഴിക്കാൻ വിളിച്ചപ്പോട്ട് തന്നെ പോയി കഴിച്ചാലും ശരിയാവില്ല. അയാൾ കഴിക്കാതെ കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും വിചാരിക്കുമോ?